എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ശനിയാഴ്ചയായപ്പോൾ ഞാൻ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയി. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു, അതുപോലെ നല്ല കാറ്റുമായിരുന്നു. അതുകൊണ്ട് എന്തായാലും മഴയാണേലും കാറ്റാണേലും രാവിലെ അമ്പലത്തിൽ പോകാമെന്ന് കരുതി അങ്ങനെ ഞാൻ അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിൽ നിന്ന് തിരിച്ചിറങ്ങി വീട്ടിലോട്ട് നടക്കുവാണ്. ഇതാണ് ഞങ്ങളുടെ അമ്പലത്തിലോട്ട് പോകുന്ന പാലം. എൻ്റെ കല്യാണത്തിന് ശേഷം ഞാൻ ഈ അമ്പലത്തിൽ വന്നപ്പോൾ ഇത് തടിപ്പാലമായിരുന്നു. അന്നേരം ഒരുപാട് പേടിയായിരുന്നു ഈ പാലത്തെ കൂടെ വരാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കെങ്ങാനും കാല് തെന്നി പോകുന്നൊരു പേടിയുണ്ടായിരുന്നു. ഇപ്പം അത് മാറ്റിയിട്ട് ഇങ്ങനെ തകരമോ എന്താണ് ഇങ്ങനത്തെ ഒരു പാലമാക്കി. അതുകൊണ്ടിപ്പം നമുക്ക് ധൈര്യമായിട്ടില്ല നടക്കാൻ പറ്റും, അല്ലെങ്കിൽ കാല് തന്നെ നമ്മൾ തൂട്ടിപ്പോവും. അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി. ഒരു 10-20 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ അമ്പലത്തിൽ നിന്ന് വീട്ടിലോട്ട്. ഇന്നലത്തെ മഴയുടെയാണ് ഈ റോഡിലെല്ലാം ഈ കാണുന്ന വെള്ളം. പിന്നെ ഇപ്പം കണ്ടത്തിലെ കൃഷിയെല്ലാം കണ്ടത്തിൽ വെള്ളം കയറ്റുന്നതുകൊണ്ട് ഇപ്പം തോട്ടിലൊക്കെ പോളയായിരിക്കുവാണ്. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ കടവിൽ പോള മാറ്റാൻ വേണ്ടി കമ്പി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. പിന്നെ ഇന്നലത്തെ കാറ്റിൻ്റെ ശക്തി കൊണ്ട് കുറേ ഇലകളൊക്കെ റോഡിൽ വീണ് കിടപ്പുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും രാവിലത്തെ മെയിൻ ജോലി മിറ്റം തൂരായിരുന്നു. അങ്ങനെ നടന്നു പോയി. പിന്നെ ഈ കുട്ടനാട്ടിൽ കൂടുതൽ നമുക്ക് കുറേ മാവുണ്ട്. ഇപ്പം എല്ലാ വീട്ടിലും മാവ് പൂത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ മാവ് കുറവാണ്, അതുകൊണ്ട് മാങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ റോഡിൽ വരെ മാങ്ങയാണ്. കാരണം വഴി നീളെ ഇഷ്ടം പോലെ ഇന്നലത്തെ കാലത്ത് മാങ്ങ വീണിട്ടുണ്ട്. അതിനകത്ത് നല്ലതുകൊണ്ട് കുറച്ചൊക്കെ ചതഞ്ഞു പോയതുണ്ട്. പക്ഷെ ആരും ഒന്നും പെറുക്കത്തൊന്നുമില്ല, കാരണം എല്ലാവർക്കും മാങ്ങ ഉണ്ടല്ലോ. പിന്നെ എല്ലാവരും എന്തിനാണ് അത് വെറുതെ പെറുക്കുന്നത്? അതായിരിക്കാം, ആരും അതങ്ങനെ വലിയ കാര്യമായിട്ട് നോക്കുന്നൊന്നുമില്ല. പിന്നെ ഞാനിങ്ങനെ നടന്നു. കാരണം ഞാൻ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ അമ്പലത്തിൽ വന്നുകൊണ്ടിരിക്കും. പൊതുവേ ഇന്ന് ആൾ കുറവായിരുന്നു. ഇന്നലത്തെ മഴ കൊണ്ടാണോ എന്നറിയില്ല. ആരെ റോഡിലൊന്നും കണ്ടൊന്നുമില്ല. ഭയങ്കര ശാന്തമായ ഒരു അന്തരീക്ഷമായിരുന്നു. എങ്കിലും എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് രാവിലെ അമ്പലത്തിൽ പോകാനും ഇങ്ങനെ നടന്ന് അമ്പലത്തിൽ പോകാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്കിതൊരു ബോറടിയായിട്ട് തോന്നിയിട്ടില്ല. ഞാനിങ്ങനെ കാഴ്ചയൊക്കെ കണ്ടും വീഡിയോയൊക്കെ പിടിച്ചും ഇങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ്. ഇടയ്ക്ക് തോട്ടിലോട്ട് നോക്കും, തോടിൻ്റെ അവസ്ഥ വെള്ളം കൂടിയോ എന്നൊക്കെ നോക്കും. ഇപ്പം മൊത്തം പച്ചപ്പ് പോലാണ്. പിന്നെ തെങ്ങും വാഴയൊക്കെയാണ് കൃഷി. ഒത്തിരി പൊക്കമുള്ള തെങ്ങൊന്നുമില്ല, നമ്മൾ ഒരുമാതിരി ന്യായമായിട്ട് പൊക്കമുള്ള തെങ്ങൊക്കെയാണ്. പിന്നെ എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും അവരവർക്ക് വേണ്ടി അലക്കാനുള്ള കടവാണ്. ആ കടവിലാണ് എല്ലാവരും വന്ന് തുണി അലക്കുന്നത്. അതൊരു നല്ല കാര്യമാണ്. വെള്ളമൊന്നും കോരണ്ട, നമുക്ക് അലക്കി ഇങ്ങനെ പെട്ടെന്ന് കയറി വരാൻ പറ്റും. എൻ്റെയൊക്കെ വീട്ടിലാണെങ്കിൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരി അലക്കി. അതുകൊണ്ട് എനിക്ക് എൻ്റെ വീട്ടിൽ തുണി അലക്കാൻ ഭയങ്കര മടിയായിരുന്നു. ഇവിടെ വരുമ്പോൾ അലക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം, കാരണം നമുക്ക് എളുപ്പമുണ്ട്. എല്ലാം അലക്കി തോട്ടിൽ ഉരുപ്പിഞ്ഞ് പെട്ടെന്ന് കയറാമല്ലോ. അങ്ങനെ രാവിലത്തെ നടത്തമാണ്, എക്സസൈസ് എന്നും പറയാം. പിന്നത്തെ ഞങ്ങളുടെ കുട്ടനാട്ടിലും ചക്കയൊക്കെ ഉണ്ട്, കണ്ടില്ലേ? 2 ചക്ക വളഞ്ഞ് നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ പൊക്കമില്ല, പക്ഷെ പൊക്കം പോട്ടെ, വലിയ വലിപ്പമില്ലെങ്കിലും ആ പ്ലാവ് പൂത്ത് 2 ചക്ക ഏതെങ്കിലും ഉണ്ട്. പിന്നെ ഞങ്ങളുടെ നാട്ടിലെ വിശേഷം ഇതൊക്കെ തന്നെ. കുറച്ച് റോഡ് വരെ ഉള്ളൂ കോൺക്രീറ്റ്, പിന്നെ ഇതുപോലത്തെ മണ്ണിട്ട വഴിയാണ്. നല്ല വെള്ളപ്പൊക്കം വരുമ്പോൾ ഇവിടെ എല്ലാം നല്ല വെള്ളമായിരിക്കും, കാരണം തോട് കവിഞ്ഞ് വെള്ളം ഇതിലേക്ക് ഒഴുകും. അതാണ് ജൂൺ ജൂലൈ മാസം നമ്മുടെ നാടിൻ്റെ പ്രത്യേകത. കണ്ടു. പിന്നെ ഈ മാവ് ഇവിടെ വരുമ്പോൾ ഒരു മാവുണ്ട്. പിന്നെ വഴി ഇടയ്ക്കൊക്കെ കുണ്ടും കുഴിയൊക്കെയാണ്. അത് എത്ര മണ്ണിട്ട് നിർത്തിയാലും നല്ല ഈ വെള്ളം കയറുന്നുണ്ട്, ആ മണ്ണൊക്കെ അങ്ങ് ഒലിച്ചു പോകും. പിന്നെ ഈ മാവും പൂത്ത് നിൽക്കുവാണ്. ഞങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ ഇടയ്ക്ക് മാങ്ങയിലൊക്കെ തൂടും, പക്ഷെ പറിക്കത്തൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ മാവുണ്ട്. പിന്നെ നമ്മളെന്തിനാണ് വെല്ലോറെ മാങ്ങയിലെ മാങ്ങ കണ്ട് വെള്ളം ഇറക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിച്ചില്ല. കണ്ടില്ലേ ഞങ്ങളുടെ വഴിയുടെ അവസ്ഥ? വെള്ളം ചവിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ കൽക്കട്ടയിൽ കൂടെ കയറിയാണ് നടക്കുന്നത്. തോട്ടിൽ പോകാതിരുന്നാൽ ഭാഗ്യം. പിന്നെ ഇങ്ങനെ നടക്കും തോറും വഴിയുടെ നീളം കൂടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ഇന്ന് ശനിയാഴ്ചയാണ്, ഞാൻ മോളെ വിളിച്ചില്ല, സ്കൂൾ അടച്ചതല്ലേ. അതുകൊണ്ട് കിടന്നോട്ടെന്ന് കരുതി. ഇനി ഞാൻ വീട്ടിൽ ചെന്നിട്ട് വേണം മോളെ വിളിച്ചുണർത്താൻ. മാസത്തിൽ 1 മാത്രമേ മോളെ കൊണ്ടുപോകത്തുള്ളൂ. അല്ലാത്ത ആഴ്ചയിൽ അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ തന്നെ പോകത്തുള്ളൂ. അതാണ് എനിക്കിഷ്ടം. കാരണം മോളെ കൊണ്ട് പോയി കഴിഞ്ഞാൽ അവൾ കുറച്ച് കഴിയുമ്പം പറയാമേ വാമേ വീട്ടിൽ പോകാൻ വിശക്കുന്നു, ഓരോ കാര്യം പറഞ്ഞ് എന്നെ അങ്ങ് ശ്രദ്ധ തിരിക്കും. അതുകൊണ്ട് എനിക്ക് തന്നെ പോകാനിഷ്ടം. അതാകുമ്പോൾ നമ്മളോട് ആരും പറയത്തില്ലല്ലോ, പെട്ടെന്ന് പോകാൻ ആരും പറയത്തില്ലല്ലോ. നമുക്ക് എത്രയും നേരം അമ്പലത്തിൽ ഇരിക്കാൻ പറ്റും, അത്രയും നേരം സമാധാനത്തോടെ ഇരുന്നിട്ട് അമ്പലത്തിൽ പോകുന്നതല്ലേ നല്ലത്.
അതുകൊണ്ട് ഞാൻ കഴിവതും അമ്പലത്തിൽ പോകുമ്പോൾ ആരെയും കൂട്ടി വിളിക്കാറില്ല. ഇനി ഇങ്ങോട്ടുള്ള വഴിയിൽ മണ്ണൊന്നുമില്ല, കുറച്ച് എന്നാ അതിൻ്റെ പേര് മറിച്ച് മക്കോ ഏതാണ്ട് കൊണ്ടിട്ടതാണ്. ഇനി ഇങ്ങോട്ട് ഇതുപോലത്തെ വഴിയായിരിക്കും കാണുന്നത്. ഈ പാലം കയറി അക്കരെ വഴി പോയാലും എനിക്ക് എൻ്റെ വീട്ടിലെത്താം. അക്കരെ വഴി പോയാൽ ഒരു പാലം ഇക്കരയിലോട്ട് ഇറങ്ങും. അതുകൊണ്ട് ഞാൻ ഈ വഴി മാത്രമേ നടക്കത്തുള്ളൂ. ആ വഴി അങ്ങനെ ഞങ്ങൾ പോകാറില്ല. ഒരോട്ട പോകാനുള്ള വീതിയുണ്ട്. പിന്നെ ഈ തോടും പുഴയൊക്കെ രാവിലത്തെ കാണാൻ നല്ല രസമല്ലേ, നല്ല തണുത്ത കാറ്റും തോടും പിന്നെ എന്താ കണ്ടമൊക്കെ കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഇത്രയും നേരമായിട്ട് ഞാൻ ഒരു മനുഷ്യരെ ഈ വഴി കൂടെ കണ്ടിട്ടേ ഇല്ല. ഇതിനകത്ത് ആരും അങ്ങനെ എഴുന്നേറ്റ് കാണത്തില്ലെന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ പിള്ളേർക്ക് പഠിത്തം ഇല്ലാത്തതുകൊണ്ട് ആരും അങ്ങനെ ഇപ്പം അവധി ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് രാവിലെ എഴുന്നേൽക്കുന്ന പരിപാടി എല്ലാവർക്കും പൊതുവെ ഒരു കുറവാണ്. പക്ഷെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ശീലമായതുകൊണ്ട് എനിക്ക് രാവിലെ പഠിത്തം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ രാവിലെ എഴുന്നേൽക്കും. എന്നാലേ എനിക്കൊരു ഉന്മേഷം കിട്ടത്തുള്ളൂ. അതിന് ഞങ്ങളുടെ അവിടെ ഉള്ളവരൊക്കെ എന്നെ കളിയാക്കും, പഠിത്തം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് രാവിലെ എഴുന്നേൽക്കണമെന്നും പറയും. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നമ്മുടെ ജോലിയൊക്കെ ചെയ്ത് പിന്നെ സമാധാനത്തോടിരിക്കണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇതിനൊക്കെ ഒന്ന് ടെൻഷൻ അടിക്കണ്ടല്ലോ, പണി കഴിഞ്ഞില്ല. ഇതാകുമ്പോൾ എല്ലാ പണിയും ചെയ്ത് സമാധാനത്തോടെ കുറേ നേരം ഇരിക്കാൻ പറ്റും. ഇനിയും കുറേയും കൂടെ നടക്കണം, എന്നാലേ എൻ്റെ വീടെത്തത്തുള്ളൂ. കൊണ്ടില്ലേ, ഇനി ഇടയ്ക്ക് ഇല്ലെന്നിടത്തെല്ലാം കുണ്ടും കുഴിയാണ്. കാരണം അപ്പടി വെള്ളം കയറി കിടക്കാം. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു, ഡ്രസ്സൊക്കെ മാറി. ഇനി ചായ കുടിച്ച് എന്തെങ്കിലും കഴിക്കണം, എന്നിട്ട് മോളെ വിളിച്ചുണർത്തണം. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം.